ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു ഇത് ചെയ്യാനായിട്ട്. ഞാൻ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ സക്സസ് ആയി. അപ്പോൾ ഞാൻ കൂട്ടുകാർക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. എയർ ഫ്രയറിൽ വെച്ച് എങ്ങനെയാണ് മുട്ട പുഴുങ്ങുന്നതെന്ന്. എയർ ഫ്രയറിനകത്തേക്ക് മുട്ട വെച്ചതിന് ശേഷം ക്ലോസ് ചെയ്യുക. ഇനി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. 15 മിനിറ്റ് 125 പവറിൽ വെച്ചതിന് ശേഷം ഓൺ ചെയ്യുക. ഞാൻ വച്ചിട്ടുണ്ട്. കറക്റ്റ് 15 മിനിറ്റ് ആവുമ്പോൾ തന്നെ എയർ ഫ്രയർ ബന്ധാവും, അതായത് ക്ലോസ് ആവും. നമ്മൾ അപ്പോൾ തന്നെ മുട്ടയെടുത്ത് നേരെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തോട് പൊളിക്കാം. നേരെ കിട്ടുമ്പോൾ ഒന്ന് നോക്കണമല്ലോ. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു. മുട്ട പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ മുട്ട അങ്ങനെ തന്നെ ഇരുന്ന പച്ചമുട്ടയായിട്ട് തന്നെ ഇരിക്കുമോ, മുട്ട എയർ ഫ്രയറിൽ വയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു. പെർഫെക്റ്റായി മുട്ട വെന്ത് കിട്ടി. എയർ ഫ്രയർ കൊണ്ട് ഇങ്ങനെയും നമുക്ക് ഉപയോഗമുണ്ട്. എല്ലാവരും ഇങ്ങനെയും എയർ ഫ്രയർ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. മുട്ട നമുക്ക് ടെൻഷൻ ഇല്ലാതെ പുഴുങ്ങിയെടുക്കാം. വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോൾ പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു പേടിയും ഇതിന് വേണ്ട. മുട്ടയൊന്നും പൊട്ടയുമില്ല, പെർഫെക്റ്റായിട്ട് പുഴുകിയും കിട്ടും. ഇനി എല്ലാം തൊലിച്ച് നോക്കി, ഒന്നും പൊട്ടിയിട്ടില്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെ. ഒന്ന് ഞാൻ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി മുറിച്ചിട്ടതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.